ചേട്ടാ ആ കൊടുത്തു. അവിടെ മേനക. ജോലി കഴിഞ്ഞോ സുമേ? ഇന്ന് നേരത്തെ കഴിഞ്ഞു. ഉമ്മ, അലിക്ക് ഹജ്ജിന് പോകുന്ന കാര്യം എന്തായി? അതിന്റെ കാര്യത്തിനായി രാവിലെ ട്രാവൽസിൽ പോയിരിക്കുവാ. ഉച്ച നേരത്താണോ ചായ കുടിക്കുന്നേ? ഉമ്മാക്കും മോനും ഏതു നേരവും ചായ വേണം. ആ മക്കളെത്തിയല്ലോ. ഇന്ന് എന്താ നേരത്തെ? ഇന്ന് ഉച്ച വരെ ക്ലാസ് ഉള്ളൂ. ഞങ്ങള് കളിക്കാൻ ഇപ്പം വരാട്ടോ. ശരി. വാ, ആദ്യം പോയി കുളിക്ക്. എൻ്റെ യാത്രൻ്റെ കാര്യം എന്തായി? ശരി മേഡം ഇരിക്കൂ. എന്താ ദുബായി പോവാണോ? വിസ കിട്ടിയാൽ പോണം. എന്താ ഇവിടെ? ഞാൻ ഹജ്ജിന് പോവാണ്. നിങ്ങളെ പാസ്പോർട്ടും സർട്ടിഫിക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്. താങ്കൾക്ക് അടുത്ത ആഴ്ചയുള്ള ബാച്ചിൽ പോവാം. നാളെ സൺഡേ. മറ്റന്നാൾ മുഴുവൻ പണം ഇവിടെ എത്തിക്കണം. അവിടെ ഇരിക്കൂ. ഇന്നും കഞ്ഞിയാണോ അമ്മേ? നാളെ അമ്മ ചോറും മീൻകറിയും ഉണ്ടാക്കി തരാം. ഇന്നലെ അമ്മ അത് തന്നെ പറഞ്ഞത്. ഇത് തന്നെ ഒപ്പിക്കുന്നത് എങ്ങനെയെന്ന് അമ്മയ്ക്കേ അറിയൂ. ഷാഹിനയുടെ വീട്ടിൽ എന്നും മീനും ഇറച്ചിയുമാണ്. ശരിയാ. നമ്മുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്നും മീനും ഇറച്ചിയും കഴിക്കാമായിരുന്നു. സുമേ, ഓ, ഇത് കുറച്ച് ബിരിയാണിയാണ്, കുട്ടികൾക്ക് കൊടുക്ക്. ഇത് മക്കൾക്ക് രാത്രി കഴിക്കാട്ടോ. എപ്പോഴാ ഹജ്ജിന് പോണത്? അടുത്ത ആഴ്ച പോവും. ഊമയാണെന്ന് തോന്നുന്നു. എന്നാ ശരി. ഓ, വൈകിട്ട് കാണാം. ഓക്കെ, കാണാം. ഇത് കുറച്ച് ഫ്രൂട്ട്സ് ആണ്. കുറച്ച് സുമന്റെ പിള്ളേർക്ക് കൊടുത്തേക്ക്. പോയ കാര്യം എന്തായി? മറ്റന്നാ പണടക്കണം. അടുത്ത ബാച്ചിലെ പോകാൻ കഴിയൂ. എല്ലാം ഒന്ന് ശരിയാക്കി തരണേ പടച്ചോനെ. അള്ളാ, എന്റെ മോന്റെ ആഗ്രഹം നടത്തി കൊടുക്കണേ. ഒക്കെ ശരിയായിക്കോളും ഉമ്മ. സുമേ, ചൂലുണ്ടാക്കുന്ന തിരക്കിലാണല്ലേ? ഇത് കുറച്ച് ഫ്രൂട്ട്സാ. അലീക്ക വന്നോ? വന്നു. എന്നാ അലീക്ക ഹജ്ജിന് പോണേ? ഉടൻ പോകും. മറ്റന്നാൾ പണം അടയ്ക്കണമെന്ന് പറഞ്ഞു. മതി കളിച്ചത്, വന്ന് പഠിക്കാൻ നോക്ക്. ഇപ്പം തീരും വെച്ച്. ഡാ, ഉപ്പച്ചി വന്നിട്ടുണ്ട്. ആണോ? എടാ, ഞാൻ പോകുന്നു. മതി കളിച്ചത്, വേഗം വന്ന് പഠിക്കാൻ നോക്ക്. നാളെ ട്രാവൽസിൽ പൈസ കൊടുക്കണം. പച്ചമുളക് വാങ്ങിയിട്ട് വരണേ. ശരി, വാങ്ങാം. ഒരു സ്ട്രോങ് ചായ.
അലിക്ക് എന്നാ ഹജ്ജിന് പോണേ? ആ ഈ മാസം പോവും. ഓമയാണ് സുതിയെ. 250 പച്ചമുളക്. നല്ല പോത്തിറച്ച. പച്ചമുളക് വാങ്ങിയോ? വാങ്ങി. എന്താ? അവിടെ എന്താ? ഒരു ഊണ്. ഹായ്, ചിക്കൻ കറിയുടെ മണം. അമ്മ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. ഞങ്ങൾക്കും തരുമോ? പിന്നെ തരില്ലേ? മതി കളിച്ചത്. മഴ വരുന്നത് കണ്ടില്ലേ? എല്ലാവരും വീട്ടിലേക്ക് പൊക്കോ. നിങ്ങളും പോയിക്കോ. നിങ്ങളുടെ പാപ്പച്ചി വരാൻ സമയമായി. ചിക്കൻ കറി ഇവർക്കും കൊടുക്കൂ അമ്മേ. വേണ്ട. അവർക്ക് അവരുടെ വീട്ടിലുണ്ടാവും അല്ലേ ഷാഹിന? ഇല്ല, മീൻ കറിയാണ്. നിങ്ങൾ പൊക്കോളൂ, പാപ്പച്ചി വരാൻ സമയമായി. റംല, കൂട്ടുകാരോട് പൊരുത്തം ചോദിച്ചോ മോനെ? ചോദിച്ചുമ്മ. റംല, ഇതിന്ന് 2 പൊതി ബിരിയാണി ചിന്നൂനും മാളൂനും കൊടുക്ക്. വേണ്ട, ഇനി അവർക്കൊന്നും കൊടുക്കേണ്ട. ഇനി ഉപ്പച്ചി കൊണ്ടുവരുന്ന ഒന്നും അവർക്ക് കൊടുക്കേണ്ട. സുമയാന്റെ ചിക്കൻ കറി ഉണ്ടാക്കി കഴിക്കാൻ ചെന്നപ്പോൾ ഞങ്ങളോട് വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞ് വാതിലടച്ചു. ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമായി ഉപ്പച്ചി. സുമ എങ്ങനെ പറഞ്ഞോ? എന്നാ അതൊന്ന് ചോദിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം. അവിടെ പോയി വഴക്കിടല്ലേ അലി. സുമേ, ഇങ്ങോട്ട് വാ, ഒരു കാര്യം ചോദിക്കട്ടെ. സുമേ. അലിക്ക് പറയാൻ വന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ പൊന്നുമക്കളോട് ചെയ്തത് തെറ്റാണ്. പക്ഷെ ആ തെറ്റിലും ഉണ്ടൊരു ശരി. ഇന്നും കഞ്ഞിയാണോ അമ്മേ? നാളെ അമ്മ ചോറും മീൻകറിയും ഉണ്ടാക്കി തരാം. ഇന്നലെ അമ്മ അത് തന്നെ പറഞ്ഞത്. ഇത് തന്നെ ഒപ്പിക്കുന്നത് എങ്ങനെയെന്ന് അമ്മയ്ക്കേ അറിയൂ. നമ്മുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്നും മീനും ഇറച്ചിയും കഴിക്കാമായിരുന്നു. നിങ്ങളും പോയിക്കോ. നിങ്ങളുടെ പാപ്പച്ചി വരാൻ സമയമായി. ചിക്കൻ കറി ഇവർക്കും കൊടുക്കൂ അമ്മേ. വേണ്ട. അവർക്ക് അവരുടെ വീട്ടിലുണ്ടാവും അല്ലേ ഷാഹിന? ദേ ചിന്നു, നിങ്ങളുടെ കോഴിയെ വണ്ടി ഇടിച്ചു. അമ്മേ. മക്കൾക്ക് ഞാനെങ്ങനെ ഹലാലല്ലാത്ത ചത്ത കോഴിയിറച്ചി കൊടുക്കും? എന്റെ മക്കളെ സ്വന്തം മക്കളെ പോലെ കരുതുന്ന അലീക്കയും റംലത്തയും ഹജ്ജിന് പോവാനിരിക്കുന്ന അലീക്ക, ഇവരെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടപ്പോൾ എന്റെ മനസ്സ് എത്ര വേദനിച്ചു എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഈ
വാടക കൊടുത്തിട്ട് 3 മാസമായി. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര കഷ്ടപ്പാടില്ലായിരുന്നു. മറ്റന്നാൾ ഓണമാണ്. ഈ കുട്ടികൾക്ക് ഒരു ഉടുപ്പെടുക്കാൻ പോലും എന്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല. കരയിലെ അമ്മേ, ഞങ്ങൾക്ക് ഉടുപ്പ് വേണ്ട. എല്ലാം ശരിയാവും സുമേ. സുമ ചെയ്തത് വലിയൊരു കാര്യമാണ്. അതിനുള്ള പ്രതിഫലം നിനക്ക് ദൈവം തരും. ഞാൻ ഇപ്പൊ വരാം. സുമ എന്ത് പറഞ്ഞു മോനെ? സുമ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഉമ്മ. അവള് നല്ലവളാ. പൈസയും കൊണ്ട് എങ്ങോട്ടാ മോനെ? ഇനി ഉമ്മ പറ, സുമയുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ഞാൻ ഹജ്ജ് ചെയ്താല് പടച്ചോൻ എന്റെ ഹജ്ജ് സ്വീകരിക്കും ഉമ്മ? ഇല്ല മോനെ, ഒരിക്കലും പടച്ചോൻ സ്വീകരിക്കൂല. ഹജ്ജ് ഞാൻ അടുത്ത വർഷം ചെയ്തോളാം ഉമ്മ. ഈ പണം ഞാൻ അവർക്ക് കൊടുക്കുകയാണ്. കൊടുക്കും മോനെ. പടച്ചോൻ എന്നും എൻ്റെ മോൻ്റെ കൂടെ ഉണ്ടാകും. മോൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് പടച്ചോൻ ഇങ്ങനെയെല്ലാം മോനെ കൊണ്ട് തോന്നിപ്പിച്ചത്. ഉമ്മയും വാ. അല്ലാ, വരാം മോനെ. ഇത്രയും പണം എന്തിനാ? എൻ്റെ മോൻ ഹജ്ജിന് പോകാൻ വെച്ചിരുന്ന പൈസയാണ്. ഇത് നിനക്കിരിക്കട്ടെ. വേണ്ട, എൻ്റെ ഹജ്ജ് ഞാൻ ഇവിടെ നിറവേറ്റി. എൻ്റെ പെങ്ങളും മക്കളും കഷ്ടപ്പെട്ട് കണ്ടിട്ട് ഞാൻ ഹജ്ജ് ചെയ്ത ഫലം കിട്ടൂല. നല്ല കാര്യമാണ് ഇക്ക ചെയ്തത്. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോടോ ഇക്കയോടോ ചോദിക്കാമായിരുന്നില്ലേ? ഞങ്ങൾ നിനക്ക് അന്യരാണോ? ഒരിക്കലും അല്ല. എന്റെ സ്വന്തം കൂടപ്പിറപ്പുകളാ. അലിക്ക് നമ്മളത്തെയും ഒരുപാട് പൈസ നിങ്ങൾക്ക് തരാനുണ്ട്. പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വയ്യാത്ത കൊണ്ടാ ചോദിക്കാതിരുന്നത്. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. പൈസ ഒരു പാക്കറ്റ് കാജാപിടി താരാമോ? അയ്യോ രാജേട്ടാ, വീട് തീർന്നു. ഇനി നാളെ വരൂ. ഇന്ന് പെൻഷൻ കിട്ടിയാൽ കൊച്ചുപോക്കൊരു പാവ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. പെൻഷൻ കിട്ടിയില്ല, നാളെ കിട്ടും. ഇനി എന്ത് ചെയ്യും? കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. ഒരു 7 രൂപ തരുമോ? 7 രൂപ? എന്തിനാ 7 രൂപ? എൻ്റെ വീട് ചാലക്കുടിയാണ്. ഞാനൊരു ജോലി തേടി വന്നതാണ്. തിരികെ പോകാൻ ബസ് കാശ് 21 രൂപ വേണം. എൻ്റെ കയ്യിൽ 14 രൂപയേ ഉള്ളൂ. 7 രൂപ കൂടെ വേണം. നിങ്ങൾ ഊണ് കഴിക്കൂ, പൈസ ഞാൻ തരാം.